അപ്പോൾ ദേ ഇന്ന് നമ്മളൊരു നോമ്പ് തുറ സ്പെഷ്യൽ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ 2 ഉള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ട് മുറിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാല പുരട്ടിയിട്ട് പൊരിച്ചെടുത്തിട്ട് ഇതേപോലെ നുള്ളി നുള്ളി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ജാറിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 3 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് പാല്, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുകയാണ്. ഉപ്പിട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ നുള്ളിയിട്ട ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ആ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കുകയാണ്. ചെറുതായിട്ട് വെന്ത ശേഷം നമ്മൾ ആ മസാല ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് വീണ്ടും ബാക്കിയുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് വെന്തോ എന്നുള്ളത് നോക്കുകയാണ്. ഉള്ളി വെന്ത് കഴിയുമ്പോൾ പുറത്ത് വേവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തിരിച്ചൊരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇറാനിപ്പഴം. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ടാറ്റാ ബൈ ബൈ.